എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ചായക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പക്കവടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അതുപോലെ വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പക്കവട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പക്കവട തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 പച്ചമുളക് അരിഞ്ഞ് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് കറിവേപ്പില കൈവച്ച് തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കത്തി വെച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കടലമാവാണ്. അപ്പോൾ ഈ ഒരു പക്കവടയ്ക്ക് നമ്മൾ മാവാണ് കൂടുതൽ ചേർക്കുന്നത്. സവാളയൊക്കെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പക്കവട നല്ല ക്രിസ്പി ആകാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരി വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ 1 നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ പക്കവടയൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ചേർക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം വെള്ളം ഒത്തിരി അങ്ങ് കൂടി പോകരുത്. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് എണ്ണയിലേക്ക് കൈവച്ചോ സ്പൂൺ വെച്ചോ എടുത്ത് ഇടാൻ പറ്റുന്ന ഒരു പാകത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യമേ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായിരിക്കണം പക്കവടയുടെ മാവിന്. അപ്പോൾ ഇനി മാവ് ഒരു സ്പൂണ് വെച്ചിട്ട് കുറച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു മെഷറിംഗ് സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൈവച്ച് വേണമെങ്കിലും കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. മാവ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അങ്ങനെ 1-2 മിനിറ്റ് ഇളക്കാതെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം പക്കവട നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പക്കവട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈവിൽ കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട് ആണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കൈയൊന്നും പൊള്ളാതെ നോക്കുക. ആവിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഇതുപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. 1-2 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് 2 സൈഡ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഈ ഒരു പക്കവട. അപ്പം തീയൊന്നും ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള പക്കവട റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്